നമസ്കാരം ഫ്രം ലണ്ടൻ UK. നല്ല ഡിസംബറിലെ ഒരു തണുപ്പ് കാലം. ആ തണുപ്പ് കാലത്ത് നല്ല അടിപൊളി വെതർ, നല്ല സ്കൈ, നല്ല സൂര്യൻ. സാധാരണ ഡിസംബറിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും വെതർ കിട്ടൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഞാൻ ഡിസംബറിൽ പലതവണയാണ് വന്നിട്ടുണ്ട്, പക്ഷേ ഇത്ര നല്ല വെതർ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ വീട്ടിലായിരുന്നു നമ്മൾ ഇന്നലെ രാത്രിയിലുണ്ടായിരുന്നത്. ഇവിടെ ഇവരുടെ കുറച്ച് ഷൂട്ടും പരിപാടികളും അങ്ങനെ കുറേ സംഭവങ്ങളും പരിപാടികളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാനും സംജിത് ഭായി അനുപേട്ടനും കൂടെ ഞങ്ങൾ എങ്ങോട്ട് പോകുന്നത് അറിയത്തില്ല. എന്നാൽ 2 ദിവസം ഇവിടെ ഉണ്ട്. സംജിത് ഭായി നമസ്കാരം. അനുപേട്ട നമസ്കാരം. നമ്മൾ ഡിസംബറിലെ ലണ്ടനിൽ ഇത്ര നല്ല വെതർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഇവിടെ വരുമ്പോൾ എപ്പോഴും മൂടി പുറച്ച് അങ്ങനെ ഇരിക്കുന്നൊരു സാധനമല്ലേ അല്ലേ? ആണോ? എനിക്കറിയില്ല. തീർച്ചയായിട്ടും. ബൈ ഗൈസ്. അത് ഒരു ലോഡ് ആൾക്കാർ ആ വണ്ടി പോകുന്നുണ്ട്. നല്ല തണുപ്പായിരുന്നു രാത്രിയിൽ. നമ്മളെ കഴിഞ്ഞ നമ്മുടെ KLTV ട്രിപ്പ് ചെയ്തില്ലേ? KLTV ട്രിപ്പിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ജാക്കറ്റ് ഇടുന്നത്. അന്ന് ഡിസംബറിൽ ഞാൻ വന്നു അല്ലേ? ജനുവരിയിൽ വന്നു. ജനുവരി വന്ന് 1 വർഷമായോ? ശരിയാണല്ലോ. നമ്മളെല്ലാ വിന്ററിലൂടെ എത്തുന്നുണ്ട്. നമ്മളെ ഫസ്റ്റ് യാത്ര തുടങ്ങുന്നത് തന്നെ നവംബറിലാണ്. മറ്റേ നമ്മുടെ ആദ്യത്തെ ക്യാമറ എടുത്തിട്ട് അതും വിന്ററില്ല. എന്താണെന്നറിയില്ല. എനിക്കാണെങ്കിൽ വിന്ററിൽ ഇങ്ങോട്ട് വരാൻ തീരെ ഇഷ്ടമല്ല, പക്ഷെ ഞാൻ ഇങ്ങോട്ട് എത്തിപ്പെടും. ഞാൻ ആക്ച്വലി ഡിസംബർ ജനുവരി മാസങ്ങളിൽ പോകാൻ പറ്റിയ സ്ഥലങ്ങൾ ഓസ്ട്രേലിയ, ന്യൂസിലൻഡൊക്കെയാണ്. അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. ഓസ്ട്രേലിയ പോകാൻ വേണ്ടിയുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഫൈനലി ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിപ്പെട്ടു. പക്ഷെ നമ്മളിവിടെ 2 ദിവസമേ ഉള്ളൂ. നമ്മൾ നാളെ തിരിച്ചു പോകും. വേറെ കാര്യം, ഇവിടെ സംജിത് ഭായി ഒക്കെ ഇല്ലേ, അനുപേട്ടരൊക്കെ ഇല്ലേ അല്ലേ? ഇടക്കിടക്ക് ഇവരൊക്കെ കാണണ്ടേ? അതെ. ഫാസിൽ ബ്രോ ഇവിടെ ഇല്ല. ഫാസിൽ ബ്രോ അൽബേനിയയിലാണ്. സോ ഞങ്ങൾ കറക്കി തിരിഞ്ഞ് ഞാൻ ആ വഴിക്ക് അങ്ങോട്ടേക്ക് പോകും. അവിടെ നിന്നാണ് നമ്മൾ സൈപ്രസിലേക്ക് പോകുന്നത്. പുള്ളി കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നായിരുന്നു. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വന്നായിരുന്നു. ഇവരൊക്കെ മാസം നാട്ടിൽ പോകുന്ന ആൾക്കാരാണ്. കൊച്ചിയിലുള്ളത് നമുക്ക് വലിയൊരു ഇതാണ്. പിന്നല്ലാതെ എളുപ്പമല്ലേ? അപ്പൊ ശരി, ബൈ, സീ യു. യെസ്, അനുപേട്ടനെ അവരുടെ വീട്ടിൽ ഒന്ന് ഇറക്കി വിട്ടു. നമ്മളെന്താ ഇനി പരിപാടി? വീട്ടിൽ പോകാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ കഴിക്കണം. ഈ കാണുന്ന കട കണ്ടില്ലേ? അവിടെ രാവിലെ വീക്കെൻഡ്സിൽ ബൊഫേ കിട്ടും. അതായത് അൺലിമിറ്റഡ് ബൊഫേ കിട്ടും. അൺലിമിറ്റഡ് ബൊഫേക്ക് എത്ര രൂപയെന്നറിയോ? എത്ര രൂപയായിരുന്നു? 10 പൗണ്ടോ? 10 പൗണ്ട് അൺലിമിറ്റഡ് ബൊഫേ കിട്ടും അവിടെ. അപ്പോൾ ഞങ്ങൾ രാവിലെ അൺലിമിറ്റഡ് ബൊഫേ കഴിക്കാൻ വേണ്ടി പോകാം. ബാഗ് എടുത്തിട്ട് പോകണം. വണ്ടിക്കകത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ സേഫ് അല്ല, ടെൻഷനാണ്. അതുകൊണ്ട് ബാഗ് എടുത്തിട്ട് പോകണം. ഇവിടെ ഇപ്പം ശുദ്ധികലശം നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഭയങ്കര തിരക്കാണ്. വീക്കെൻഡ്സിലാണ് ഈ ബൊഫേ ഉള്ളത്. രാവിലെ ഭയങ്കര തിരക്കാണോ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ദോശ, പൂരി, ഇഡ്ഡലി, വട, ദോശ, പിന്നെ ഊത്തപ്പം, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. എല്ലാം ഇച്ചിരി എടുത്തു. ഒരു മസാല ദോശ, ചെറിയ മസാല ദോശ കൂടെ കൊണ്ടു തന്നു. എല്ലാം കൂടെ ചേർത്ത് കഴിക്കുന്നത്. എല്ലാം കൂടെ അവിയൽ പോലെ, സാമ്പാർ പോലെ ആക്കി എല്ലാം കൂടെ ചേർത്ത് കഴിക്കും നമ്മൾ. ഫുഡ് കഴിച്ച് വയറ് നിറച്ച്. ഞാൻ കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് ഇവിടെ വന്നത് മസാല ദോശ കഴിക്കാനാണോ ദൈവമേ? അയ്യോ കൊള്ളാം. ഫോക്സ് വാഗൻ്റെ ഒരു വണ്ടിയാണ് ഇത്. സംജിത് ഭായിയുടെ വണ്ടിയത്. അപ്പോൾ നമ്മൾ മിസ്റ്റർ വില്ലേജിൽ പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഷോപ്പിങ്ങിനായിട്ട്. അപ്പോൾ സംജിത് ഭായി പറഞ്ഞു ഇതിൽ പോകണോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഇതിൽ പോകണ്ട, നമുക്ക് നമ്മുടെ കാറിൽ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഇതെന്ത് സംഭവം പറയാം, ഇത് ആക്ച്വലി ഡെലിവറി പോകാനാണ്. ഇത് കണ്ടോ? ഓടി പൊളി. ശരിക്കും ഒരു ക്യാമ്പർ വാൻ ആക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ഇത് കണ്ടില്ലേ? ഈ സാധനം ഇതുപോലെ എടുത്തിട്ട് നമുക്കിത് വേണമെങ്കിൽ ഇതിനകത്ത് ബോഡിയൊക്കെ കെട്ടി ക്യാമറ വാനാക്കാം. എല്ലാ സംഭവങ്ങളും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സാധനം. ഇത് ഡ്രൈവർ ക്യാബിൻ അത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലെ ടെമ്പോ ട്രാവലർ പോലത്തെ വണ്ടിയാണ്. പക്ഷേ ഇത് ഫോക്സ് വാഗൻ്റെ വണ്ടിയാണ്. എന്താ പറയുക, നമുക്ക് ടെമ്പോ ട്രാവലർ ഇതുപോലെ ബോഡി കെട്ടിയെടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. ഇത് നമുക്ക് കുറച്ചും കൂടെ ഒക്കെ കാര്യമായിട്ട് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓ വാ, അടിപൊളി. ഇത് മാനുവൽ ആണല്ലേ, ഓട്ടോമാറ്റിക് അല്ല. ഇറ്റ്സ് മാനുവൽ. അടിപൊളി പോലെ. ഇത് നമ്മൾ ശരിക്കും കാറിൻ്റെ ആ ഒരു ഇതുപോലെ തന്നെ ഡാഷ്ബോർഡും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം. എന്തായി ഓടിയോ? എന്നാ എടുത്തോ, നമുക്ക് ഒരു റൈഡ് പോയിട്ട് ഫുൾ ഓപ്ഷനാ. കൊള്ളാം കേട്ടോ സംഭവം. എന്ത് ഫിനിഷിംഗ് ആണെന്ന് നോക്ക്. ഇവിടെ മറ്റേ USB-C ചാർജറുകളും ബാക്കിയുള്ള സംഭവങ്ങളും, പിന്നെ ക്ലൈമറ്റ് കൺട്രോൾസ്, പിന്നെ ഇവിടെ മുകളിൽ നോക്ക്, ഇത് കണ്ടല്ലേ? ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് ഇവിടെ സ്പേസ് ഒന്നുമില്ല. അടിപൊളി. നല്ല കിടിലൻ ക്യാബിനാട്ടോ. നല്ല ക്യാബിൻ, നല്ല സീറ്റുകൾ. 2 പേർക്ക് 3 പേർക്ക് ഇരിക്കാം മൊത്തത്തിൽ. ഓ, ഇവിടെ സ്പേസ് ഒക്കെ ഉണ്ട്.
അത് ശരി, ഇങ്ങനെ. ആ ഓക്കെ, ബോട്ടിൽ ഹോൾഡർ ഉണ്ട് ഇവിടെ. അടിപൊളി, അത് കൊള്ളാട്ടോ. പുതിയ ബ്രാൻഡ് വരുന്നുണ്ടല്ലോ, കേരള ഡിലൈറ്റ്സ്. അതിന്റെ നമ്മളെ ഗ്രോസറി എല്ലാം കേരള ഡിലൈറ്റ്സിന്റെ സാധനങ്ങളൊക്കെ ഡെലിവറി ചെയ്യുന്നതിന് വേണ്ടി വാങ്ങിച്ച വണ്ടി. ഇത് പുത്തം വാങ്ങിച്ചാണോ ഇപ്പൊ? ആ, പെട്രോൾ ആണോ? ഡീസലാ. പക്ഷെ തീരെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. റിവേഴ്സ് ക്യാമറ ഒക്കെ ഉണ്ടോ? ആ നൈസ്. ഇവരുടെ കേരള ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബ്രാൻഡ് ഉണ്ട്. നമ്മുടെ കരീബിയൻ യാത്രകളിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു കാണും. കേരള ഡിലൈറ്റ്സ് എന്തായാലും നാട്ടിൽ നിന്നും വീട്ടിലേക്ക് എന്നും പറഞ്ഞ് നമ്മള് ഇവരുടെ ആ ഒരു പരസ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. കേരള ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഫ്രോസൺ ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഫ്രോസൺ ഫുഡ് നല്ല അടിപൊളിയായിട്ട്. ഇവരുടെ പൊറോട്ട സൂപ്പറാണ്. ഇവർ ഇന്ത്യൻ മാർക്കറ്റിൽ, കേരളത്തിൽ തന്നെ ആ പൊറോട്ട സെല്ല് ചെയ്യാൻ ഞാൻ എത്രയായിട്ട് പറയുന്നതെന്ന് അറിയാമോ? പക്ഷേ ഇവർക്ക് വിദേശത്തേക്കുള്ളത് പോലെ ഇവർക്ക് തികയുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പല പല സാധനങ്ങളായിട്ട് ഷംജിത് ഭായിയും കൂട്ടരും വന്ന് കൊണ്ടുവന്ന ബ്രാൻഡാണ് കേരള ഡിലൈറ്റ്സ്. രണ്ടോളം ഗ്രോസറി ലൈൻസ് വരുന്നുണ്ട്, നമ്മള് സ്നാക്സും പിക്കിൾസും. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഈ ക്രിസ്മസിന് ലോഞ്ച് ചെയ്യാൻ പോവാം. UK മാത്രമല്ല, ഓൾ ഓവർ യൂറോപ്പ്, കാനഡ, US, അയർലാൻഡിൽ ജനുവരി അയർലാൻഡ് സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് ആയതുകൊണ്ട് ഓടിക്കാൻ പറ്റില്ല അല്ലേ? ഇൻഷുറൻസ് ആണ്. ഓ അങ്ങനെയാണ്. അപ്പൊ ഞാൻ UK ആളല്ലാത്തത് കൊണ്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇപ്പം ഇതിലിരുന്ന ഉള്ളൊരു ഗുണം പറഞ്ഞാൽ നമുക്ക് നല്ല വ്യൂ ആ, പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ശരിക്ക് കാണാം അല്ലേ? അതാണ് ഇതിൻ്റെ ഒരു വ്യൂ. വലിയ വണ്ടികളിലിരുന്ന് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഉള്ളൊരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ ഇങ്ങനെ മുകളിൽ നിന്ന് കാണാൻ സാധിക്കും. കാറിലിരുന്ന് നമ്മൾ എത്ര വീഡിയോ എടുത്താലും ആ ഒരു ബ്യൂട്ടിയിൽ നമുക്ക് വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല. ഇത് നീളം കൂടിയ വണ്ടിയാണ്. ഇതിൻ്റെ തന്നെ നീളം കുറഞ്ഞ വണ്ടിയുണ്ട്, ലോങ് വീൽ ബേസ് വണ്ടിയാണ്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ, പൊളിച്ച്. നമ്മൾ ഇത്രയും തണുപ്പുണ്ടെങ്കിലും ഇവിടെ ഈ പച്ചപ്പൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് ശരിക്കും നമ്മൾ ചില രാജ്യങ്ങളിൽ പോയി കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു പച്ചപ്പ് പോലും നമുക്ക് കാണാൻ പറ്റുകയല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക്. ഇവിടെ സ്നോ വീഴത്തൊന്നുമില്ലല്ലോ. ഇവിടെ വീഴുവോ? നമ്മൾ ഫസ്റ്റ് ലൂട്ടണിൽ വെച്ച് സ്നോ വീണിരുന്നു നവംബറിൽ. അതെ അതെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ കണ്ടില്ല. ഭയങ്കര രസമാണ്. എന്തായാലും നല്ല വെയിലുണ്ട്. ആ വെയിലുള്ളതാണ് ഒരു ഭംഗി. ഞങ്ങൾ ബിസ്റ്റർ വില്ലേജിൽ ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് ഓഫറൊക്കെ ഉണ്ടാവില്ലേ? ഈ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്താ വരുന്നത്? ബ്ലാക്ക് ഫ്രൈഡേ കഴിഞ്ഞോ? ബോക്സിംഗ് ഡേ വരുന്നത് ക്രിസ്മസ് അല്ല, അപ്പൊ ബ്ലാക്ക് ഫ്രൈഡേ ഡിസംബറിലല്ലേ? ബ്ലാക്ക് ഫ്രൈഡേ വീക്ക് കഴിഞ്ഞു. അത് ഈ കഴിഞ്ഞു. ആ സമയത്താണ് ശരിക്കും ഭയങ്കര ഓഫറുള്ളത്. ബ്ലാക്ക് ഫ്രൈഡേ അത് ഡിസംബർ 25 ആ സമയത്തല്ലേ? ബോക്സിംഗ് ഡേ 26 ആണോ? ക്രിസ്മസ് ഡേ ഒഴിവാണോ? 26 ബോക്സിംഗ് ഡേ. അതായത് സാധനങ്ങൾ ഭയങ്കര ഇടിയായിരിക്കും. ഭയങ്കര ഈ സമയത്ത് ഭയങ്കര ഷോപ്പിങ്ങിന് ബെസ്റ്റ് ടൈമാണ്. ഒരു പഴയ ബിൽഡിംഗ് കണ്ടോ, അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് പബ്ബാണെന്ന് തോന്നുന്നല്ലേ? നമ്മൾ ഈ വരുന്ന ഈ ഒരു സ്ഥലത്ത് ഇവിടെ 1750 കാറുകൾക്ക് ഇടാനുള്ള പാർക്കിംഗ് ഉണ്ട്. അത് ഫുള്ളാണ്. പിന്നെ അപ്പുറത്ത് പല സ്ഥലത്തായിട്ട് 1000 വെച്ച് 4 എന്തോരം ആൾക്കാരല്ലേ വരുന്നത്. എത്ര രൂപയുടെ കച്ചവടമായിരിക്കും ഇവിടെയൊക്കെ ഒരു ദിവസം നടക്കുന്നത്. പ്രത്യേകിച്ച് ഇതുപോലെ സീസൺ സമയത്തൊക്കെ വരുമ്പോൾ ഇവിടെ എപ്പോൾ വന്നാലും പാർക്കിങ്ങിന് സ്ഥലമില്ല. ഇവിടെ കണ്ടോ, പല സ്ഥലത്തേക്ക് പാർക്കിംഗ് ഡൈവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടി ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അതുവഴി പോകത്തില്ലായിരുന്നു. വെയിറ്റ് ചെയ്യാം. ഇതുണ്ടല്ലേ, ഇതാണ് സ്ഥലം, ബിസ്റ്റർ വില്ലേജ്. ഞങ്ങൾ സ്ഥിരം വരുന്നതാണ് ഇവിടെ. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വണ്ടി ഇട്ടിട്ട് ഇറങ്ങി നടന്ന് പാർക്ക് ചെയ്യാം. ഇതൊരു ഔട്ട്ഡോർ ഷോപ്പിംഗ് മോൾ പോലത്തെ ഒരു കൺസെപ്റ്റാണ്. ബ്രാൻഡഡ് ഷോറൂമുകളുടെ കടകളായിരിക്കും മൊത്തം അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം ഉണ്ടാകുന്നത്. അങ്ങനത്തെ പരിപാടിയാണത്. അങ്ങനെ ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടി. നമ്മൾ ബിസ്റ്റർ വില്ലേജിൽ വന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കടകളും മാറുന്നുണ്ടല്ലേ? ലൊക്കേഷൻസ് ഇങ്ങനെ പല പല പുതിയ കടകളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. മൊത്തത്തിൽ ക്രിസ്മസ് തീമും പരിപാടികളൊക്കെ ആവും. ഇതാണിപ്പോൾ ഇവിടുത്തെ സംഭവം. അൺടിൽ 18th ജനുവരി കഴിഞ്ഞോ 60% ഓഫ്. ഇത് കണ്ടില്ല, ആർട്ടിഫിഷ്യൽ സ്നോഫോൾ ഉണ്ടാക്കുന്ന ഒരു മെഷീൻ അവിടെ വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ വേണ്ട. അതെ അതെ, അത് സ്നോഫോൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫീല് കിട്ടുന്നതിന് വേണ്ടി കണ്ടില്ല, അങ്ങനത്തെ ചെയ്തിരിക്കുന്ന പരിപാടിയാണോ. നോക്ക്, മഞ്ഞ് വീഴ്ച. ആ മഞ്ഞ് വീട് ക്രിസ്മസിന് ഫീല് കിട്ടുന്ന പരിപാടി ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം. അടിപൊളി. ഇവിടുത്തെ തിരക്ക് നോക്ക്, കണ്ടോ? എന്താ തിരക്കെന്നൊക്കെ, എൻ്റെ ദൈവമേ, ഒരു രക്ഷയില്ലല്ലോ. ആദ്യമായിട്ടല്ലേ നമ്മൾ ഇവിടെ ഇത്രയും തിരക്ക് കാണുന്നേ. നമ്മളെപ്പോൾ വന്നാലും ഇവിടെ വരാറുണ്ട്. അപ്പോൾ
ഇവിടെ വരുമ്പോഴത്തേക്കിനും പല സമയത്തും പല രീതിയാണ്. ഇപ്പോൾ വീക്ക് ഡേയ്സ് ഒക്കെ ആണെങ്കിൽ വലിയ തിരക്കുണ്ടാവില്ല, പക്ഷേ ഇപ്പോൾ സീസണൽ ആയതുകൊണ്ട് തിരക്ക്. അവിടെ മേളിൽ കണ്ടോ വിമാനങ്ങൾ അറഞ്ചം പറഞ്ഞം പോകുന്നത്, നമ്മൾ കുത്തി വരച്ചിട്ടിരിക്കുന്ന പോലെ പല റൂട്ടിൽ പല വിമാനങ്ങൾ പോകുന്ന ദൃശ്യമാണ് ആ കാണുന്നത്. എല്ലായിടത്തും ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരുടെയും കയ്യിൽ ബാഗുകളുണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. നമുക്ക് എന്താ പറഞ്ഞ പോലെ എല്ലാ കടകളും കയറി അറഞ്ചം മറഞ്ഞം ഷോപ്പിംഗ് നടത്തിയാണ് എല്ലാവരും പോകുന്നത്. ചില കടകളുടെയൊക്കെ മുമ്പിൽ കയറാനായിട്ട് ക്യൂ ആണ്. നമ്മൾ പോയി ക്യൂ നിൽക്കണം, എന്നാലും നമുക്ക് ചില കടകൾക്കുള്ളിൽ കയറാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ ഹൈ എൻഡ് ലക്ഷറി ബ്രാൻഡുകളിലൊക്കെ അകത്തോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയി ക്യൂ നിന്ന് സദ്യക്ക് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന പോലെ പുറത്ത് ക്യൂ നിന്ന് കയറണം. ഇവിടുത്തെ ആംബിയൻസ് നോക്കി ഫുള്ള് ഒരു ഫെസ്റ്റീവ് വൈബാണ് ഉണ്ടല്ലേ. ഓ അടിപൊളി. ഇത് കണ്ടോ എല്ലായിടത്തും ഇതൊക്കെ മറ്റേ ആർട്ടിഫിഷ്യൽ സ്നോയാണ് കണ്ടല്ലേ ഈ സംഭവങ്ങളൊക്കെ. ഇത് കണ്ടോ, ഇത് നമുക്ക് സ്നോ ഒന്നുമല്ല, ഇതിങ്ങനെ പഞ്ഞി പോലത്തെ ഒരു സാധനമാണ്. സ്നോ പോലെ ഫീൽ ചെയ്യിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി. ഡി ജെ ഒക്കെ ആയല്ലോ, ഫുള്ള് വൈബ്. ആ ഫുള്ള് ഡി ജെ, അത് കൊള്ളാം. ഗൈസ് നമ്മൾ നമ്മുടെ തറവാട്ടിലെത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ കടകളിൽ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചു. കവറുകൾ കൂടിക്കൂടി വരികയാണ്. ഇവിടെ 3 മണിയാകുമ്പോൾ ഇരുട്ടുമല്ലേ? ഇപ്പം എത്ര മണിയായി? 2 മണി കഴിഞ്ഞ് 3 മണിയാകുമ്പോൾ ഇരുട്ടും കേട്ടോ. 3-3:30 ആകുമ്പോഴത്തേക്കിനും ഇരുട്ടും, അതാണ് പ്രശ്നം. ഇവിടെ ഒരു കാപ്പി കട തുടങ്ങിയാൽ തന്നെ നല്ല കച്ചവടമാണ്. അത് എത്ര തിരക്കല്ലേ, എന്ത് തിരക്കല്ലേ. നല്ല റെന്റും ഉണ്ടാവും. ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. 4 പൗണ്ടാണ് ഒരു ചായക്ക്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേ ഏരിയ ആണ് ഈ കാണുന്നത്, കണ്ടില്ലേ? അതൊക്കെ തണുപ്പത്തും കുട്ടികൾ അവിടെ തകർത്ത് തിമിർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ന്യൂ ബാലൻസിന്റെ ഷോപ്പിനകത്ത് കയറാൻ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കണ്ടോ. ഇത് തിരക്കാന്നറിയോ, അതായത് ക്യൂ നിന്നാണ് എല്ലാവരും കയറുന്നത്. അത്ര ഡിമാൻഡുള്ള കടകൾക്കാണ് ക്യൂ ഉണ്ടാവുക. ഗുച്ചിയുടെ മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത്, ആയിട്ടില്ലേ? അതായത് ഇപ്പുറത്ത് ഇവിടെ ഡിയോറിന്റെ മുമ്പിലും ഈ പറഞ്ഞ പോലെ ആൾക്കാർ ക്യൂ ആണ്. ഇത് തിരക്കാണ് ഇത്. നമ്മുടെ നാട്ടിൽ പണ്ട് റേഷൻ വാങ്ങിക്കാനായിട്ട് റേഷൻ കടയുടെ മുമ്പിലും മാവൽ സ്റ്റോറിന്റെ മുമ്പിലും ബിവറൈൻ്റെ മുമ്പിലൊക്കെ ക്യൂ നിൽക്കുന്ന പോലെയാണ് ഇവിടെ വലിയ വലിയ ലക്ഷറീസ് ബ്രാൻഡുകളുടെ മുമ്പിൽ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് കണ്ടോ. ബർബറിയുടെ മുമ്പിൽ പോലും ക്യൂ ആണ്, അവിടെ വരെ ക്യൂ നിന്ന് വേണം കയറാൻ. ഞങ്ങൾ ഇവിടെ വന്ന് ഒന്നും വാങ്ങിച്ചില്ല, അങ്ങനെ സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ. ചുമ്മാ വെറുതെ ടൈം പാസ്. ഇവിടെ വരിക എന്നുള്ളത് സന്തോഷമാണല്ലോ. ക്രിസ്മസ് തീമാണ്. ക്രിസ്മസ് കഴിയുമ്പോഴാണ് ഇവിടെ ഇനി സാധനങ്ങളൊക്കെ ചീപ്പാവുന്നത്, കുറച്ചുകൂടെ അഫോർഡബിൾ ആവുന്നത്. ക്രിസ്മസ് വരെ ഇപ്പം ഭയങ്കര തിരക്കാണല്ലോ, അപ്പോൾ ആ തിരക്കിൽ ഇങ്ങനെ പോകും. ഞങ്ങൾ തിരിച്ച് ഇപ്പോൾ ലണ്ടനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ വൈകിട്ട് 4:30 ആയതേ ഉള്ളൂ. 4:30 ആയപ്പോഴത്തേക്കിനും ഇവിടെ മൊത്തം ഇരുട്ടി. നല്ല ട്രാഫിക് ഉണ്ട്. ആമസോൺ പ്രൈമിൻ്റെ ട്രക്ക് കണ്ടോ, പ്രൈം ട്രക്ക്. ആ ട്രക്കൊക്കെ എന്ത് സ്പീഡിലാണ് പോകുന്നതെന്ന് അറിയുമോ? ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ മോക്സി. ഈ മോക്സി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ഇത് മാരിയറ്റിൻ്റെ ഒരു ബഡ്ജറ്റ് ബ്രാൻഡാണ്. പിന്നെ ഇവിടെ റെസിഡൻസ് ഇൻ ബൈ മാരിയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസിക്കലി ഇത് രണ്ടും ഒരൊറ്റ ബിൽഡിംഗ് ആണ്. അതിൻ്റെ ഒരു ഭാഗം മോക്സിയും ഒരു ഭാഗം റെസിഡൻസിൻ്റെയും. ഇതൊരു ഭയങ്കര ഒരു ട്രെൻഡി ഹോട്ടലാണ്. അത് കണ്ടല്ലേ, മൊത്തത്തിൽ ഭയങ്കര വെറൈറ്റി യുണീക്ക് സാധനം. ഇവിടെ റൂമിൻ്റെ കീ കാർഡൊക്കെ നോക്കി, ഇത് കണ്ടോ, ഇത് മറ്റേ വുഡൻ കീ ആണ്. അതിനകത്ത് ഇത്തരത്തിൽ സംഭവം ഇട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ റൂം കീ കളക്ഷനിൽ പുതിയൊരു സാധനം കൂടെ ആയി. ഇതാണ് നമ്മുടെ മുറി. കൊള്ളാം അല്ലേ? അടിപൊളിയാണ്, നീറ്റാണ്. ചെറിയ മുറിയാണ്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മുറിയാണ്. ഭയങ്കര ഒരു സിമ്പിൾ സെറ്റപ്പ്. ഈ മുറിയിൽ ഇവര് ഇത് കണ്ടില്ലേ, നമുക്ക് ഈ അലമാരയൊക്കെ ഒഴിവാക്കിയിട്ട് ഇത്തരത്തിലുള്ളൊരു സാധനം വെച്ചിരിക്കുകയാണേ. ഇത് കണ്ടോ, എന്നിട്ട് ഇതിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാങ്ങേഴ്സൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടീ കോഫി മേക്കറും മറ്റുമൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഇതിൽ ഹാങ് ചെയ്ത് വെച്ചിരിക്കുക. അത് കണ്ടോ, ഇത് ഊരി മാറ്റാം, അത്തരത്തിൽ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു ഫുൾ സൈസ് ഒരു മിററുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് പെട്ടി വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡും ഉണ്ട് ഇവിടെ. പിന്നെ 2 ഹാങ്ങേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേളിലേക്ക് നമുക്ക് പെട്ടി തുറന്ന് വെക്കാം. അതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. അതുകൊണ്ട് നോക്കി ഇത്രയും സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇതാണ് ബാത്റൂം ചെറുതാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. സംഭവങ്ങൾ എല്ലാം അടിപൊളിയാണ്. ഉണ്ടല്ലേ, ചുമ്മാ പരിപാടികളൊക്കെ ഉണ്ട്. ചെറിയ മിററുണ്ട്. പിന്നെ ഇതൊരു ഹാൻഡ് വാഷ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ടവൽസ് ഇതൊക്കെ തുറക്കുന്നത് അകത്തോട്ടാണ് തുറക്കുന്നത്.
പിന്നെ ഇത് വേണ്ട, ഇത് എങ്ങനെയാണ് ശരിക്കും ഇപ്പം ഹോട്ടലുകളിലും ബാക്കിയുള്ള സ്ഥലത്തും എല്ലാം വെക്കുന്നത്. ഇത് നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ ഈ സോപ്പും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മാറ്റി ഇപ്പം കംപ്ലീറ്റ് ഇങ്ങനത്തെ പരിപാടികളാക്കി. എല്ലായിടത്തും ഇപ്പം ഇതാണ് പരിപാടി. അപ്പോൾ ഇരിക്കാനുള്ള സ്ഥലം അത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി ഒരു സിംഗിൾ ഒക്യുപ്പൻസിക്ക് പറ്റിയ ഒരു സാധനമാണ്. അതെ, അത്രേ ഉള്ളൂ. ഇവിടെ പിന്നെ അവർ ഒരു ചെറിയൊരു സ്റ്റൂള് മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഒരു ഡ്യുവൽ ഒക്യുപ്പൻസി എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് 2 പേർക്ക്, ഒരു ഫാമിലിക്കൊക്കെ ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും, പറ്റുകയല്ല. ഒരാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. അതാണ് ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത് കണ്ടു, ഇതെന്തുവാ, കൊള്ളാവേ. ഇത് ഭയങ്കര ട്രെൻഡിയാണ് കേട്ടോ സാധനം. ഭയങ്കര ഒരു രസകരമായിട്ടുള്ളൊരു ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി ഇല്ല, റൂമിൻ്റെ കണ്ണാടിയിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും ഇവിടെ ലിറ്റിൽ ലാഹോർ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കാണാം. ഐ തിങ്ക് ദാറ്റ് ഈസ് പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്. പിന്നെ ഇവിടെ കപ്പ ചായ് എന്ന് പറഞ്ഞൊരു ചായക്കടയുണ്ട്. പിന്നെ അവിടെ മറ്റേ സ്ലോ ഹൈ സ്ട്രീറ്റ് ആണ്. സ്ലോ അല്ലേ ഇത്? സ്ലോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. സ്ലോ ഹൈ സ്ട്രീറ്റ് ആണ് അവിടെ കാണുന്നത്. ഞങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ട മറ്റേ ലാഹോർ കിച്ചൺ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ. ഇവിടെ വന്ന ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ ഈ സാധനം കണ്ടോ, ഇത് ഫ്രീ ആണേ. ഈ സൂപ്പ് കണ്ടില്ലേ, ഇത് നമ്മുടെ ആക്ച്വലി നമ്മുടെ ഒരു ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ ചിക്കൻ സൂപ്പാണ്. ഇതും ഫ്രീയാ. ഇതെന്താണ് ഇവർ ഇതൊക്കെ ഫ്രീ തരുന്നത്? എനിക്കറിയില്ല അതെന്തിനാണ് ഫ്രീ തരുന്നത് എന്നുള്ളത്. നമ്മൾ സൂപ്പ് ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും സൂപ്പ് ഉണ്ട്, ഫ്രീ ആണെന്ന് പറഞ്ഞു. എന്നാ പോരട്ടെ അല്ലേ, എന്നാ പിന്നെ പോന്നോട്ടെ. നല്ലതാണ്. നെക്സ്റ്റ് ഡേ സുനിത് ഭായ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി റെഡിയായി വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ നോക്കി ഇതുവരെ സമയം 11 മണിയായി. സോ നമുക്ക് പുറത്ത് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ഫുഡ് അടിക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 1-2 പരിപാടികളുണ്ട്, അതിന് വേണ്ടിയാണ് വന്നത്. 1-2 പരിപാടികളുണ്ട്, അതിന് വേണ്ടിയാണ് വന്നത്. സോ അതൊക്കെ ചെയ്ത് തീർക്കണം. കൊള്ളാമല്ലേ നമ്മുടെ ഹോട്ടലിൻ്റെ താഴ്ഭാഗം? എന്ത് കളർഫുള്ളാന്ന് നോക്ക്, അടിപൊളി. ഇവിടെ താഴെ ഒരു ബാറൊക്കെ ഉണ്ട്, ഒരു കിടിലം ബാറ്. പിന്നെ ഇത് മറ്റേ ഇതല്ലേ, ടേബിൾ ടെന്നീസ് ആണോ? ടേബിൾ ടെന്നീസ് കളിക്കാം, അതേപോലെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, അങ്ങനത്തെ സെറ്റപ്പ്. ഇത് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റ് ആണ് ഈ കാണുന്നത്. ഫുൾ ക്രിസ്മസ് ട്രീ മറ്റൊക്കെ വെച്ച് ഫുൾ ക്രിസ്മസ് വൈബാണ്. എന്തായാലും നല്ല അടിപൊളി വെതറാണ്, നല്ല സണ്ണി ആണ് പുറത്ത്. അതുകൊണ്ട് തന്നെ തണുപ്പുണ്ടെന്നുണ്ടെങ്കിലും വലിയൊരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇതുപോലത്തെ കുറേ സംഭവങ്ങളുണ്ട്. നല്ല ഭയങ്കര ട്രെൻഡി ഹോട്ടലാട്ടോ അത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു പാർട്ടി ഹോട്ടൽ മൂഡ്, ഒരു പാർട്ടി ഹോട്ടലിൻ്റെ ഒരു വൈബ് അതാണ് ഇവിടെ. അല്ല, ഞാൻ ഡിസൈനൊക്കെ കണ്ടില്ലേ, എല്ലായിടത്തും ക്രിസ്മസ് തീം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും അവർ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ഫർണിച്ചേഴ്സും കസേരകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. ആ ഒരു പെയിൻറ്റിങ് ആണെങ്കിലും അങ്ങനെയുള്ള പല പരിപാടികളും ഇറ്റ്സ് നൈസ്. പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ കണ്ടോ, എല്ലാം മറ്റേ ഒറിജിനൽ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഡിസംബറിൽ UK വന്നിട്ട് ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരമാണ്. അത് ഓരോ ദിവസം ഓരോ വെതറാട്ടോ. നോക്കിയാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ ജാക്കറ്റ് ഇങ്ങനെ ജസ്റ്റ് കാഷ്വലി വെറുതെ ഇട്ടിട്ടേ ഉള്ളൂ. ഞാൻ എക്സ്ട്രീം തണുപ്പൊന്നുമില്ല. ഇന്നലെ അത് വലിയ തണുപ്പൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ കുറേ പച്ചക്കറി ഉണ്ടല്ലോ ഇവിടെ. നിങ്ങൾ പച്ചക്കറി കടയുടെ മുമ്പിൽ തന്നെ കൊണ്ട് വണ്ടി നിർത്തിയല്ലേ. എന്നാ വിശേഷം? നമുക്ക് എന്തെങ്കിലും, ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, ഇങ്ങനെ ലേറ്റായിട്ട് എണീറ്റത്. സന്ദീപ് ഭായി രാവിലെ ദോശ കഴിക്കാമെന്ന് പറഞ്ഞു വന്നതാണ്. നമുക്ക് ദോശ കഴിക്കണ്ട, നമുക്ക് ഇന്ന് രാവിലെ ചിക്കൻ കഴിക്കാം, നന്ദോസ് കഴിക്കാം. നന്ദോസ് പണ്ടൊരു വീഡിയോ കണ്ടിരുന്നു. എന്താ ഒരാൾ മലയാളി വന്നിട്ടേ നന്ദൂസ് മലയാളി കടയാണെന്ന് പറഞ്ഞിട്ട്. നന്ദൂസ്, പേരും അതേപോലെ തന്നെയല്ലേ, നന്ദൂസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കൊന്ന് കേരളത്തിൽ ഈ സാധനം ഇല്ലെന്ന് തോന്നുന്നു. വേറെ എവിടെയോ ഡൽഹിയിലുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോഴാണ് നമ്മൾ ഈ സാധനമൊക്കെ കഴിക്കുക. അപ്പോൾ നമുക്ക് രാവിലെ നന്ദൂസിൽ കയറി നല്ല ചുട ചിക്കൻ കഴിക്കാം. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണം എത്തിയിരിക്കുകയാണ്. ഇതാണ് സംഭവം. നമ്മൾ ഓർഡർ ചെയ്ത ബോൺലെസ് ചിക്കൻ, ഇത് ബട്ടർഫ്ലൈ ചിക്കനും പിന്നെ വിങ്സും, ബോൺലെസ് വിങ്സും, പിന്നെ ഒരു സ്പൈസി റൈസ്, ഇതൊരു സലാഡ്, പിന്നെ റൈസ്, ബ്രോക്കോളി സ്റ്റെംസ്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സോസൊക്കെ നമുക്ക് അളപ്പിലെടുക്കാം. പെരി സോസ്, പിന്നെ ലെമൺ ഹെർബ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോസ് ഉണ്ട്. ഈ കാണുന്ന ഇത്രയും സോസ് ഉണ്ട് കേട്ടോ. കെച്ചപ്പ് ഉണ്ട്, പിന്നെ കെച്ചപ്പ് ഹോട്ടുണ്ട്, പിന്നെ ഇതെന്താ സാധനം, ഇത് പെരി പുസ എന്നും പറഞ്ഞിട്ട് വേറെ സാധനം, പിന്നെ പെരി എക്സ്ട്രാ ഹോട്ട്, പെരി ഹോട്ട്, വൈൽഡ് ഹെർബ്, ലെമൺ ആൻഡ് ഹെർബ്. ഭയങ്കര സാധനം കേട്ടോ ഇതൊക്കെ, കിട്ടുന്ന സംഭവമാണ് ഇതൊക്കെ. പിന്നെ പ്ലേറ്റും സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കണം. പിന്നെ പെപ്സിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ഡ്രിങ്ക്സ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. വെള്ളം ഫ്രീ ആണ്. സോ ദിസ് ഈസ് അവർ ബ്രഞ്ച് ടുഡേ. ഹെൽത്തിയാ? അടിപൊളി. എത്ര കാലറിയാണെന്നറിയോ ഇത്?
അല്ല ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇത്ര സമയമല്ലേ ആയുള്ളൂ, പെട്ടെന്ന് കുറച്ചില്ല. എന്ത് കുഴപ്പം, ഇത് ശരിക്കും ഫാസ്റ്റ് ഫുഡ് അല്ലേ? എല്ലാം ഇതൊക്കെ തന്നെ പരിപാടി. ആ പിന്നല്ല, ഈ ബ്രൊക്കോളി കണ്ടോ, ഇത് അസ്പാരഗസ് പോലെ ഇരിക്കുന്നത് കണ്ടല്ലേ. ഇതിവിടെ ഈ സോസാണ് അതിൻ്റെ ടേസ്റ്റ്, കിഡിലെ സോസാണ്. ചിലതൊക്കെ എരിക്ക് പണ്ടാനാണ് അങ്ങനെ സോസൊക്കെ ഉണ്ട്, ചിലത് ഭയങ്കര നീറ്റാണ്. നമ്മളിവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. സൂപ്പർ മാർക്കറ്റിൽ വന്നപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രീസറിനകത്ത് മൊത്തം ഷംജിത് ഭായിയുടെ പ്രോഡക്റ്റുകളാണ്. ഇത് കണ്ടോ, ഗ്രേറ്റഡ് കോക്കനട്ട്, തേങ്ങ ചിരവിയത്. ഇത് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഷംജിത് ഭായ് നാട്ടിൽ വന്നപ്പോൾ പോയായിരുന്നു, ആലപ്പുഴയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സാധനങ്ങളാണ് കേസ് ഇതെല്ലാം. ഇഡ്ഡലി ഫാമിലി പാക്ക്, ഉഴുന്നുവട, ഫ്രോസൺ ഉഴുന്നുവട, പിന്നെ പഴംപൊരി, ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ഓവനിൽ വെച്ച് ചൂടാക്കി കഴിച്ചാൽ മതി. പിന്നെ തേങ്ങാക്കൊത്ത്, പിന്നെ റെസ്റ്റോറൻറ്റ് പൊറോട്ട. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനമാണ് നിങ്ങളുടെ പൊറോട്ട. അടിപൊളി സാധനമാണ് ഇത്. നിങ്ങൾ കേരള മാർക്കറ്റിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും, പക്ഷേ ഇവരിത് കേരള മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നില്ല. ഇവിടുത്തെ കിടില സാധനമാണ്, നല്ല അടിപൊളി പൊറോട്ടയാണ്. പിന്നെ ഇത് കപ്പ പുഴുങ്ങിയതല്ലേ? ഇത് പുഴുങ്ങിയതാണോ? അല്ല, നമ്മൾ പുഴുങ്ങിയാൽ മതി. പിന്നെ പച്ചച്ചക്ക വരെ ഇവിടെ വിൽക്കാനുണ്ട്, പച്ചച്ചക്ക. പിന്നെ ഇത് ചൈനീസ് പൊട്ടറ്റോ, കൂർക്കയല്ലേ, ചൈനീസ് പൊട്ടറ്റോ. അതായത് ശരിക്കും പറഞ്ഞാൽ ഫ്രഷ് വാങ്ങുന്നതിലും ചീപ്പാണോ, പിന്നെ എളുപ്പമാണ്, ക്ലീൻ ചെയ്യണ്ട. പിന്നെ ഇത് റെസ്റ്റോറൻറ്റിലേക്കുള്ള പരിപ്പ് വട. റെസ്റ്റോറൻറ്റിലേക്കുള്ളതെന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാം. പിന്നെ അവിയൽ മിക്സ്, പിന്നെ റെഡ് ഒനിയൻ, അതായത് ഒനിയൻ തൊലി കളഞ്ഞത്. പിന്നെ ഇത് നമ്മുടെ ഇടിയപ്പം. അങ്ങനെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല. ഇത് നമ്മുടെ നെല്ലിക്ക. ഇത് ഇത്രയും സാധനങ്ങൾ. ഇനിയിപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണുള്ളത്? ഇവിടെ എല്ലാം കറി ഐറ്റംസ്. അതായത് പരിപ്പുവട തന്നെ പാക്കറ്റ്, പിന്നെ പഴംപൊരി പാക്കറ്റ്, ഉന്നക്കായ പാക്കറ്റ്, പിന്നെ കട്ട്ലറ്റ്, വെജ് പപ്സ്. ഇത് അടിപൊളിയാണ് കേട്ടോ, നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ചാലിത് പപ്സ് അടിപൊളിയാണ്. സാമ്പാർ, കുമ്പളപ്പം, പിന്നെ മസാല ദോശ. അത് നമ്മൾ കഴിച്ചില്ലല്ലോ മസാല ദോശ, നമ്മൾ ട്രൈ ചെയ്തില്ലായിരുന്നു കേട്ടോ. മസാല ദോശ, ചീരത്തോരൻ, പിന്നെ ചക്കക്കുരു മാങ്ങാക്കറി, കോക്കനട്ട് ചട്നിയോ, ഇതൊക്കെ പുതിയതാ, ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. അടിപൊളി, ഇത് കൊള്ളാം കേട്ടോ, നല്ല പാക്കിങ്. കോക്കനട്ട് ചട്നി, പിന്നെ അവിയൽ. അപ്പോൾ അങ്ങനെ പല സാധനങ്ങൾ. നൈസ്, അടിപൊളി കേട്ടോ, കൊള്ളാം. അപ്പോൾ ഇതിനി എല്ലായിടത്തും വരും, അതാണ് പരിപാടി. നമ്മളിവിടുത്തെ ഒരു ഇന്ത്യക്കാരുടെ സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. ഇവിടെ എന്തോരം സാധനങ്ങളാണെന്നറിയോ, നമ്മുടെ ലുലു മാളിൽ പോലും ഇല്ല ഇത്രയും ചന്ദനത്തിരികൾ. ഇത് ഏറ്റവും പോലെ അങ്ങ് അറ്റം വരെ ചന്ദനത്തിരികളാണ് അത് മൊത്തം. അതുപോലെ വലിയൊരു കട. അവിടെ ഈ ഇരിക്കുന്ന മൊത്തം ഡിഫറെൻറ്റ് ബ്രാൻഡുകളുടെ ഫ്രോസൺ ഫുഡുകളാണ് കാണുന്നത് മൊത്തം. ഇതിൻ്റെ ദൈവം, ഇത് ശരിക്കും വലിയ കടയാട്ടോ, നീണ്ടു നിവർന്ന് നടക്കുന്നൊരു വലിയ കട. ക്വാളിറ്റി ഫുഡ്സ്. ഇത് നമ്മുടെ മറ്റേ ഇതല്ലേ, ഏത് സ്ഥലമായിരുന്നത്? മറ്റേ പഞ്ചാബികളുടെ ഒക്കെ കേന്ദ്രം. എന്താ സ്ഥലത്തിൻ്റെ പേര്? സൗത്തോൾ. യെസ്, സൗത്തോൾ. നമ്മളന്ന് മലബാർ ഗോൾഡിൻ്റെ ഉദ്ഘാടനത്തിന് വന്നത് ഇവിടെ അല്ലേ? ഇവിടെ അല്ലായിരുന്നോ? ഇവിടെ അല്ലേ മറ്റേ കരീന വന്ന് ഉദ്ഘാടനം ചെയ്ത് ഇവിടെയാണോ? ഞാനിവിടെ UK വന്നിട്ട് എന്താ പരിപാടി എന്നറിയോ? എ ഡേ വിത്ത് ഷംജിത് ഭായ്. അതാണ് നടക്കുന്നത്. ഇന്നലെ പോലെ എയർപോർട്ട് പോലെ തുടങ്ങിയതാ, എ ഡേ വിത്ത് ഷംജിത് ഭായ്. അതത്രേ ഉള്ളൂ. അത് വേറെ പണി സംഭവം അറിയോ? ടിക്കറ്റ് റേറ്റ് കുറവാണെന്നും പറഞ്ഞുകൊണ്ടാണ് UK കെട്ടിയെടുത്തത് 20,000 രൂപയ്ക്ക്. അല്ല, ടിക്കറ്റ് കിട്ടിയില്ല, ചെറിയ പൈസക്ക് ടിക്കറ്റ് കിട്ടി. തിരിച്ചു പോകുമ്പോൾ ഉള്ള ടിക്കറ്റിന്റെ പൈസ നോക്കിയില്ല. ഒടുക്കത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ റേറ്റ്. നോക്കാൻ വയ്യ, എങ്ങോട്ട് പോകാനും പൈസയാ. ലാസ്റ്റ് സമയത്ത് തന്നെ പരിപാടി. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറി പൈസ വാങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ എവിടെ തിരികെ പുള്ളി കളക്ഷന് പോകുന്ന കേട്ടോ. സാധനം കൊടുത്ത് സപ്ലൈ ചെയ്തതിന് പൈസ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന, പിടിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ ടേസ്റ്റബിൾസ് ആണോ? അല്ലല്ലോ, ഉഴുന്നോടെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ ഒരു ചായക്കട. ഇത് എല്ലാ സാധനങ്ങളൊന്നുമില്ലല്ലോ. ഇതെന്ത് സാധനമാണ്? ഇതെന്താ ഇത് ശ്രീലങ്കക്കാരാണോ? ശ്രീലങ്കൻസാണോ? ശ്രീലങ്ക ഫുഡാല്ലേ? ശരി, ഓക്കെ. പിന്നെ ഇവിടെ താഴെ കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോള്, പിന്നെന്താ ഇതെന്താ സാധനം?
ഇത് എന്തോ റോള്, പിന്നെ ബോണ്ട, അങ്ങനത്തെ പല പല സംഭവങ്ങൾ. ശ്രീലങ്കൻ തമിഴല്ലേ? ഞാൻ ശരി, അതേ എഴുതി വെച്ചിരിക്കുന്നത് ശ്രീലങ്കൻ എന്താണ്, സാമി എക്സ്പ്രസ്, അങ്ങനെയാണോ? സാമി എക്സ്പ്രസ് ആൻഡ് സൗത്ത് ഇന്ത്യൻ. വെരി ഗുഡ്. നമ്മളെ ബോയിൽ റൈസ് ഒക്കെ ഉണ്ടല്ലോ, ശ്രീലങ്കൻ ചായയും ശ്രീലങ്കൻ പരിപ്പുവടയും. ഇനി വേണ്ട നാടൻ വേണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ ഉണ്ടാക്കിയ ഷംജിത് ബേയുടെ പരിപ്പുവടയും ഉണ്ട്. സരസയുടെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ, സരസാസ് റെസ്റ്റോറൻറ്റ്. ഈ ഭാഗം ഇത് എവിടെ പോയാലും ഇന്ത്യക്കാരനുബന്ധിച്ചുള്ള സാധനങ്ങളുമാണ് ഇവിടെ. ഒരു കാര്യമുണ്ട്, ഇതെന്ത് കിച്ചണാ? ഇത് വേറെ കിച്ചൺ. ഇവിടെ ഇപ്പോൾ ഇഷ്ടംപോലെ ശ്രീലങ്കൻ ഫുഡുകൾ സംഭവങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അതായത് ഇവിടെയൊക്കെ ഇംഗ്ലീഷുകാരുണ്ട്, പക്ഷേ ഇംഗ്ലീഷുകാരൊക്കെ സിറ്റിയിൽ നിന്ന് മാറി പല സ്ഥലത്തേക്കും വേറെ സ്ഥലത്തേക്കൊക്കെ ഔട്ട്സ്കേർട്സിലേക്കൊക്കെ പോയി എന്നാണ് അറിയുന്നത്. അങ്ങനെയാണ്, കാരണം പല സ്ഥലത്തും ഇപ്പോൾ നമ്മുടെ ആളുകളുടെയും അതേപോലെ തന്നെ പല അന്യനാട്ടിൽ നിന്നും വന്ന ആളുകളുടെ ആധിപത്യമാണ്. ദൂത് ഡ്രൈവിംഗ് സ്കൂൾ. ഷംജിത് ഭായ്, ഇത് യു കെ ലണ്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു ഇംഗ്ലീഷുകാരെ പോലും കാണാൻ കിട്ടുന്നില്ലല്ലോ ഇപ്പോൾ. നമ്മൾ ജീവിക്കാൻ വേണ്ടി പൈസ ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടെയാണല്ലോ. സത്യം പറഞ്ഞ ഒരു ഇംഗ്ലീഷുകാരനെ കാണാൻ കിട്ടുന്നില്ല. ഇംഗ്ലീഷുകാരുടെ പൈസ ഇല്ല, ഇന്ത്യക്കാരുടെ പൈസ ഉള്ളത്. അതിപ്പോ എവിടെ പോയാലും അതൊക്കെ തന്നെയാണ്. ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ട് കണ്ടില്ല. സത്യം പറയാം, ഇന്നലെ മിസ്റ്റർ വില്ലേജിൽ പോയപ്പോഴാണ് കുറച്ചെങ്കിലും ആൾക്കാരെ കണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ വെസ്റ്റ് ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് മാളിലേക്ക് വന്നിരിക്കുകയാണ്, പോയിക്കൊണ്ടിരിക്കുകയാണ്. സാറിന് ഒരു ചെറിയ ഫോൺ വാങ്ങിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇന്ന് എന്തായാലും ഷംജിത് ഭായി ഫോൺ വാങ്ങിക്കും. നിങ്ങളിങ്ങനെ ആ ഫോണും കൊണ്ട് നടക്കാൻ പാടില്ല, അപ്ഗ്രേഡ് ചെയ്യണം. 17 Pro. വെസ്റ്റ് ഫീൽഡ് ഷോപ്പിംഗ് മാളാണത്. ഷോപ്പിംഗ് മാളിൽ കയറി വന്നിരിക്കുകയാണ്. ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഡെക്കറേഷൻ കാണാം നമുക്കിവിടെ. മൊത്തത്തിൽ അടിപൊളിയായിട്ട് എല്ലായിടത്തും ലൈറ്റൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നത് കാണാം. എന്ത് രസമല്ലേ, എന്ത് ഭംഗിയല്ലേ, എല്ലായിടത്തും ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊരു പ്രത്യേകതരം ഒരു ട്രീ ആണ്. അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഇവിടെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. ഇത് ആക്ച്വലി ഇത് കണ്ടോ, ഇത് സംഭവം നോക്കിയേ, ഇത് വിക്കറ്റ് ഫോർ ഗുഡ് എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം മനസ്സിലാകുന്നില്ല. അതിനകത്തോടെ കയറി ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര വലിയ മോളാണ് ഇത്. ആപ്പിൾ സ്റ്റോർ. അങ്ങനെ ഫൈനലി 12 Pro ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ ഡയറക്റ്റ് 17 Proയിലേക്ക് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇതൊക്കെ നോക്കടേ കണ്ടോ എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കിയാൽ. മാക്മിനി ആണ് ഈ കാണുന്നത്. ഇത് മാക് സ്റ്റുഡിയോ. എന്തായാലേ സംഭവം. എഡിറ്റിങ്ങിനൊക്കെ ഭയങ്കര കിടില സംഭവമാണ് ഈ സാധനങ്ങളൊക്കെ. ഇത് ടച്ചാണോ? അല്ലല്ലോ, ഇതൊന്നും ടച്ചല്ല. ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല. ഞാനിപ്പോൾ ലാപ്ടോപ്പ് പോലും യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ലാപ്ടോപ്പ് പരിപാടിയെല്ലാം നിർത്തി. ഞാനിപ്പോൾ ഫുൾ ഐപാഡാണ്. ഗൈസ്, ഇത് മറ്റേ വിക്കറ്റ് മൂവിയുടെ പ്രൊമോഷൻ സെറ്റ് ഇട്ടിരിക്കുന്നതാണ്. പ്രൊമോഷന് വേണ്ടി ഇട്ടിരിക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. അതാണല്ലേ പരിപാടി. ഫുള്ള് കച്ചവടമാണല്ലോ. ഞങ്ങളങ്ങനെ ഫോണൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും നേരെ ഇരുട്ടി. അധികമൊന്നും ആയില്ല, 4:30 ആയതേ ഉള്ളൂ. എന്തൊരവസ്ഥയല്ലേ. ഫുള്ള് പകലെന്ന് പറയുന്നത് വളരെ കുറവാണ് ഇപ്പോൾ ഇവിടെ. കിയയുടെ ഷോറൂം കൊണ്ടോ, വണ്ടി കിടക്കുന്നതുകൊണ്ടോ, എന്ത് വണ്ടികളാന്ന് നോക്കിയേ, എന്ത് ലൈറ്റല്ലേ, എന്ത് പൊന്നു രക്ഷയില്ല കേട്ടോ. കിയയുടെ നല്ല കിടില മോഡൽസ് വണ്ടിയുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ലണ്ടൻ വിടാൻ പോവാണ്. ലണ്ടൻ വിടാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടനിൽ നമ്മൾ പോളണ്ടിൽ പോകാൻ പോവാം. പോളണ്ട് ശരിക്കും ഉണ്ടല്ലോ, ഞാൻ ടിക്കറ്റ് റേറ്റ് കുറവാണെന്നും പറഞ്ഞുകൊണ്ട് ഫ്ലൈറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്ന് ആക്ച്വലി പെട്ടുപോയിരിക്കുക. കാരണം മൊത്തത്തിൽ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണമെങ്കിലും റേറ്റ് കുറവാണ്. പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലാണ്. ഇവിടുന്ന് നാട്ടിൽ പോകണമെങ്കിൽ എക്കണോമിക്ക് തന്നെ 1 ലക്ഷം രൂപ. പിന്നെ ദുബായി പോകണേ അത്രയും കാശ്. അപ്പോൾ അങ്ങനെ എവിടെയാണോ ടിക്കറ്റ് റേറ്റ് കുറവ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പരിപാടി. നമുക്ക് അങ്ങനെയാണല്ലോ, അപ്പോൾ ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ പോളണ്ടിലേക്ക്, വാർസോയിലേക്ക് ടിക്കറ്റ് റേറ്റ് ഇച്ചിരി കുറവായിരുന്നു. പക്ഷെ അവിടെ നിന്ന് എനിക്ക് അൽബേനിയ പോകണം. ആ ടിക്കറ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. എന്തായാലും മൊത്തത്തിൽ സൈപ്രസ് വരെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സൈപ്രസ് കഴിഞ്ഞിട്ട് നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. കാരണം ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കിനും പൊതുവേ ഭയങ്കര എക്സ്പെൻസീവാണ് യാത്രകളൊക്കെ. ചില സമയത്ത് നമുക്ക് അങ്ങനെയാണ്. എന്തായാലും സീ യു ടുമോറോ. പോളണ്ടിൽ പെട്ടെന്ന് വരുന്നല്ലേ. പോളണ്ടിനെ പറ്റി ലക്ഷം മിണ്ടരുത് ഗൈസ്. സീ യു ടുമോറോ.